ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു LICയുടെ ഏജൻറ്റാണ്. LIC ഫിനാൻഷ്യൽ അഡ്വൈസർ ഏജൻസി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറഞ്ഞാൽ LICയുടെ ആണെങ്കിലും വിറ്റുപോകുന്നത് പെൻഷൻ പദ്ധതികളാണ്. കൂടുതലായിട്ട് വിറ്റുപോകുന്നത് പെൻഷൻ പദ്ധതികളാണ്. പിന്നെ കൺവെൻഷണൽ പോളിസികൾ എടുക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ. പിന്നെ ടേം അഷുറൻസുകൾ എടുക്കുന്നവരുണ്ട്. കൺവെൻഷണൽ പോളിസികൾ ചിലർക്ക് എൻ്റെ പൈസയൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളവർ ആ പോളിസികൾ തന്നെ എടുക്കുന്നവരുണ്ട് അല്ലേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇനി പ്രാധാന്യമുള്ളത് പെൻഷൻ പദ്ധതികൾക്കാണ്. കാരണം ഇന്ന് ഗവൺമെൻറ് സർവീസിൽ കയറുന്നവർക്കും ഗവൺമെൻറ് പെൻഷൻ ഇല്ല, അത് സ്വയം ആശ്രയത്വ പെൻഷനാണ്. അല്ലെങ്കിൽ അവർക്ക് പങ്കാളിത്ത പെൻഷനാണ്. പിന്നെ മറ്റുള്ള ബിസിനസ്സുകാർക്ക് പെൻഷനില്ല, വേറെ ഏത് ജോലി ചെയ്യുന്നവർക്കും പെൻഷനില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൗജന്യ പെൻഷന് കാത്തിരുന്നാൽ ചിലപ്പോൾ എത്ര കിട്ടും എങ്ങനെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അതും എല്ലാവർക്കും കിട്ടില്ല. പക്ഷേ വയസ്സാകുമ്പോൾ നമുക്ക് ഇന്ന് കൂട്ടുകുടുംബമൊന്നുമല്ല, അണുകുടുംബങ്ങളാണ്. പിന്നെ മക്കളും ഒന്നും വയസ്സാകുമ്പോൾ ആരുടെയും കൂടെ ഇല്ല. ആ സമയത്ത് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഒരു ഭാഗം നീക്കി വെച്ചാൽ അതിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും, ചിലർ വയസ്സായി 60 വയസ്സിന് മുമ്പ് പണി നിർത്തുന്നവരുണ്ട്, ചിലപ്പോൾ അത് 90 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്, 100 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്. എങ്ങനെ എപ്പോൾ എന്തെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഒരു വീതം നീക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട്, സിംഗിൾ ഡെപ്പോസിറ്റ് ഇപ്പോൾ ഒരു റിട്ടയർ ആയ വ്യക്തി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി നമ്മുടെ ഷെയർ കിട്ടുന്ന പൈസ ഇതൊക്കെ ഇട്ടുകൊണ്ട് പിറ്റേ മാസം മുതൽ, അല്ലെങ്കിൽ പിറ്റേ വർഷം മുതൽ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മുതൽ, അല്ലെങ്കിൽ 5 വർഷം വരെ നമുക്ക് ഡെഫർമെൻ്റ് ഇട്ടുകൊണ്ടും മേടിക്കാവുന്ന, 1 വർഷം കഴിയുമ്പോൾ മുതൽ മേടിക്കാവുന്ന നിരവധി പെൻഷൻ പദ്ധതികൾ LICയിലുണ്ട്. എന്നെ തന്നെ വിളിച്ചിട്ട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ ഇട്ടാൽ. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാളും ശകലം കുറച്ചാണ് ഏതൊരു സമയത്തും LICയുടെ പദ്ധതികളിൽ തിരിച്ചു കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബാങ്കുകൾ കാലാകാലങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. പക്ഷേ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ 12%, 14% ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ 8%, 10% ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൈസ അവരെ ചെന്ന് ക്യാൻവാസ് ചെയ്ത് അവരെ മേടിച്ച് അവരുടെ സ്ഥലത്തിട്ടിട്ട് കുറേ പേരൊക്കെ കൊടുക്കും. കുറേ പേരുടെ 10 പൈസ പോലും തിരിച്ച് കിട്ടാതെ കഷ്ടപ്പെടുന്ന, മൃതദേഹമായിട്ട് അവിടെ പോയിരുന്ന് കഷ്ടപ്പെടുന്നവർ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം 10 പൈസ പോലും തിരിച്ച് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അസുഖം വന്നപ്പോൾ പൈസ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ചികിത്സാ ചെലവ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾ പെട്ടെന്ന് മരിച്ചു, അങ്ങനെയുള്ള കേസുകൾ. പിന്നെ ബാങ്കിലിട്ടിട്ട് മുഴുവൻ പൈസയും നഷ്ടപ്പെട്ട കേസുകൾ, കുറച്ച് കാലത്തേക്കൊക്കെ ഇൻട്രസ്റ്റ് കിട്ടി കൂടുതൽ റേറ്റിൽ, അങ്ങനെയൊക്കെ നിരവധി കേസുകൾ എന്നും വാർത്തയിൽ കൂടി വരുന്നു. പക്ഷേ ഇതിലൊക്കെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, സെക്യൂർഡ് ആയിട്ടുള്ള, നമ്മൾ പണിയെടുത്ത പൈസ എവിടെ നിക്ഷേപിച്ച് കൂടുതൽ മേടിക്കാമെന്നല്ല, അത് ദീർഘകാലം സെക്യൂർഡായിട്ട് നിക്ഷേപിക്കുക, അതിൽ നിന്നൊരു വരുമാനം മേടിക്കുക. അതിന് എത്ര തരത്തിലുള്ള ഓപ്ഷൻസാണ് LIC കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നറിയുമോ? നിങ്ങൾക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ജീവിതകാലം മുഴുവൻ പറയുന്ന, ഇപ്പം നിങ്ങൾ ഏത് വയസ്സിലാണോ ഉള്ളത്, ഏത് സ്കീമിലാണോ ഇടുന്നത്, എന്ന് മുതലാണോ പെൻഷൻ മേടിക്കേണ്ടത്, എത്ര രൂപയാണോ ഇടുന്നത്, ഇതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത്. ആ പെൻഷൻ അന്ന് ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നോ ആ കാലത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. അതിനുശേഷം ആ പൈസ വേണോ വേണ്ടയോ എന്നുള്ളതും ആദ്യം പറയാം. വേണ്ടെങ്കിൽ കൂടുതൽ പെൻഷൻ തരും. അല്ലെങ്കിൽ എത്ര കാലം, എനിക്ക് 10 വർഷം മതി, 15 വർഷം മതി, അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പെൻഷൻ, അല്ലെങ്കിൽ നമുക്ക് പൈസ തിരിച്ചെടുക്കാം, അങ്ങനെ ഉള്ള ഓപ്ഷനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സ്പൗസ് ഉണ്ട്, അപ്പോൾ എൻ്റെ കാലശേഷം എൻ്റെ അവകാശി എൻ്റെ സ്പൗസ് ജീവിച്ചിരുന്ന അവർക്കും പെൻഷൻ മേടിച്ചിട്ട് അവകാശിക്ക് പൈസ കൊടുക്കുന്ന തരത്തിലുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് പൈസ വേണ്ടെങ്കിൽ 3% അല്ലെങ്കിൽ 6% വീതം കൂടുതൽ പെൻഷൻ മേടിക്കുന്ന ഓപ്ഷനുണ്ട്. പിന്നീട് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് പൈസ 70-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 75-ാമത്തെ വയസ്സിൽ നമുക്ക് പകുതി പൈസ തിരിച്ചു മേടിച്ചുകൊണ്ട് പിന്നെയും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിക്കാവുന്ന ഓപ്ഷൻ. 80-ാമത്തെ വയസ്സിൽ നമ്മുടെ മുഴുവൻ പൈസയും തിരിച്ചു മേടിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ജീവിച്ചിരുന്ന പിന്നെയും പെൻഷൻ മേടിക്കാവുന്ന പദ്ധതി. അങ്ങനെ നിരവധി പദ്ധതികൾ നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതൊന്നും ബാങ്കിലൂടെ ഇല്ല. ബാങ്കിലൊക്കെ പറയുന്ന ഇൻട്രസ്റ്റ് ഇന്ന് 1 വർഷത്തേക്കിട്ടോ അല്ലെങ്കിൽ 2 വർഷത്തേക്കിട്ടോ, അത് കഴിയുമ്പോൾ പുതുക്കിയിടണം. അന്ന് എന്താണോ ഇൻട്രസ്റ്റ് അതാണ് നമുക്ക് തരുന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ സെക്യൂർഡ് ആണ്, എങ്കിൽ പോലും സോവറിൻ ഗ്യാരണ്ടി ഇല്ല. ഗവൺമെൻറ് ഗ്യാരണ്ടി പറയുന്നില്ല. നിങ്ങളുടെ അവിടെ ബാങ്ക് പൊട്ടിയോ പൊളിഞ്ഞോ പോകുകയാണെങ്കിൽ ഒരു നിക്ഷേപത്തിന് ഒരു പ്രാവശ്യം ഏറ്റവും കൂടിയ 5 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് എത്ര കോടി ഇട്ടാലും നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ LICയിലാണെങ്കിൽ അത് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകും. LICയിൽ ഇടുന്ന ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അത് ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടി നൽകുന്നത്. ആ ഗ്യാരണ്ടിയാണ് സോവറിൻ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് കുറേശ്ശെ അടച്ചുകൊണ്ടും പെൻഷൻ പദ്ധതിയിൽ നമുക്ക് അംഗമാകാം. അങ്ങനെയുള്ള പെൻഷൻ പദ്ധതികളും നമുക്കുണ്ട്.
മിനിമം പെൻഷൻ പദ്ധതിയിൽ വേണമെങ്കിൽ 3000 രൂപ മുതൽ നമുക്ക് മാസം തോറും അടയ്ക്കാം, അല്ലെങ്കിൽ ഇയർലി ഒരു 50,000 രൂപ താഴെ അടച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആകാം. അത് 1 ലക്ഷമോ 2 ലക്ഷമോ ഇയർലി അടയ്ക്കാം. ഇവിടെ എത്ര വേണമെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ പദ്ധതികളും എല്ലാവർക്കും അനുയോജ്യമായ പദ്ധതികൾ എടുക്കാൻ പറ്റുന്ന പെൻഷൻ പദ്ധതികൾ LIC ഇറക്കിയിട്ടുണ്ട്. മറ്റ് കമ്പനികളിലും ഉണ്ട്, പക്ഷെ അതൊക്കെ കൂടിയ പൈസ അടയ്ക്കുന്ന തരത്തിലാണ്. അവരൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസുകളൊക്കെ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒന്നല്ലെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അറിയാം നിങ്ങൾക്ക്. അവരൊക്കെ ക്യാൻവാസ് ചെയ്യുന്നത് വലിയ ആൾക്കാരെ മാത്രമാണ്. ഇത് സാധാരണക്കാരന് മുതൽ ഈ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം ആകാൻ പറ്റുന്ന തരത്തിലാണ് LIC ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു പെൻഷൻ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ എവിടെ നിക്ഷേപിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് സെക്യൂർഡ് ആണോ എന്ന് മനസ്സിലാക്കുക. നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓഫീസുണ്ടോ, നിങ്ങൾക്കൊന്നൊരു കാര്യമുണ്ടെങ്കിൽ ഇനി ആ ഏജൻറ്റിൻ്റെ കൂടെ ഇട്ടു, ആ ഏജൻറ്റ് മരിച്ചുപോയി, അപ്പം നിങ്ങൾക്കൊരു സർവീസിന് വേണ്ടി എവിടെ പോകണം അതൊക്കെ മനസ്സിലാക്കുക. എവിടെയാണ് ഓഫീസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഫീസുള്ള, അല്ലെങ്കിൽ ഏത് പട്ടണത്തിലും LICക്ക് ഓഫീസുണ്ട്, എവിടെ വേണമെങ്കിലും കയറി ചെന്ന് ചോദിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ പദ്ധതികൾക്കുള്ളത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായ മാർഗത്തിലേക്ക് നിങ്ങളുടെ പൈസകൾ നിക്ഷേപിക്കുക. സുരക്ഷിതമായിട്ട് പെൻഷൻ മേടിച്ചുകൊണ്ട് ജീവിതകാലം സന്തോഷപ്രദമായി ഇരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.